അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും ഉച്ചത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളുടെ ശബ്ദം ഹബീബിനേക്കാൾ ഉയർന്നതായി നിങ്ങളുടെ ശബ്ദം വരാൻ പാടില്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ വളരെ ലാഘവത്തോടെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബിനോട് നിങ്ങൾ സംസാരിച്ചു പോകരുത്. ഉംറക്ക് പോകുന്ന ആളുകൾക്കറിയാം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീന റൗളയിൽ ഹബീബിനോട് സലാം പറയാൻ പോവേണ്ടത് വളരെ ഓച്ചാനിച്ച് ശബ്ദമില്ലാതെ അച്ചടക്കത്തിൽ പോവേണ്ടതിന് പകരം സെൽഫി സ്റ്റിക്കുമായി തന്റെ നാട്ടിലുള്ള കിടന്നുറങ്ങുന്ന ഭാര്യയ്ക്ക് വീഡിയോ കോൺഫറൻസ് നടത്താൻ എന്ത് തലയിൽ തട്ടമിടാതെ നെറ്റിയിട്ട് കിടന്നുറങ്ങുന്ന ഭാര്യയ്ക്ക് ഹബീബിന്റെ റൗളയിൽ ഇരുന്നിട്ട് സെൽഫി സ്റ്റിക്കിലൂടെ വീഡിയോ കോൺഫറൻസ് നടത്തുന്ന കാലം, ഇത് സത്യത്തിൽ സ്നേഹമാണോ കാപട്യമാണോ? ഞാൻ കണ്ടു, എന്റെ മുന്നിൽ ഏതോ ഒരു നാട്ടുകാരൻ, കേരളക്കാരൊന്നുമില്ല, ഏതോ ഒരു നാട്ടുകാരൻ ഈ പിന്നിൽ ഈ മൊബൈലും പിടിച്ച് നടക്കുന്നത് ബാക്കിലുള്ള ആളുകളൊക്കെ കാണാൻ. എന്തായി കാണുന്നത്? അവിടെ തല പോലും മറക്കാതെ തട്ടമിടാതെ കിടന്നുറങ്ങുന്ന പെണ്ണ്, ഇതൊക്കെ കാണാൻ ഹബീബിന്റെ റൗളയിൽ. ഇത് ഹബീബിനോട് സ്നേഹമുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയാൻ പോകുമ്പോ ആ ഹബീബിന്റെ റൗളയിലൂടെ നടന്നു പോകുമ്പോൾ കയ്യിൽ എങ്ങനെയാണ് ചെരുപ്പ് പിടിക്കുക? ചെരുപ്പ് പിടിച്ചിട്ട് പോവാറില്ല വഴിയിലൂടെ. ആ റൗളയുടെ സമീപത്തെത്തുമ്പോൾ നമ്മുടെ മുട്ട് വിറച്ചു പോവാറുണ്ട്. ആരാണ് അവിടെ കിടക്കുന്നത്? ഉമ്മത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി പ്രയാസങ്ങൾ മുഴുവനും സഹിച്ച് സമുദായത്തിന് വേണ്ടി കരഞ്ഞ് നാളെ മഹ്ശറയിൽ പോലും സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിന്റെ റൗളയിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് കയ്യിൽ ചെരുപ്പ് പിടിച്ച് നമ്മൾക്ക് പോവാൻ പറ്റുക? അദബുകേടല്ലേ അത്? വൃത്തക്കേടല്ലേ അത്? എങ്ങനെയാണ് അവിടെ ഉന്തും തള്ളും തിരക്കുമുണ്ടാക്കുന്നത്? എങ്ങനെയാണ് അവിടെ സെൽഫി എടുക്കുന്നത്, സെൽഫി വീഡിയോ കോൺഫറൻസ് നടത്തുന്നത്? മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ തന്റെ ശബ്ദം അല്പം ഉച്ചത്തിലുള്ള ശബ്ദമായതിന്റെ പേരിൽ ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് പള്ളിയിലേക്ക് പോവാതെ, ഹബീബിന്റെ മുന്നിൽ പെടാതെ, തന്റെ ഒട്ടകങ്ങളെ കെട്ടിവെക്കുന്ന തൊഴുത്തിൽ തന്റെ ശരീരത്തെ കെട്ടിവെച്ച് കരയാൻ തുടങ്ങിയത്. നബി തങ്ങൾക്ക് കാണുന്നില്ല സാബിത്തിനെ. അപ്പൊ ചോദിച്ചു, എവിടെ സാബിത്ത്? അവിടെ കാണുന്നില്ലല്ലോ. തങ്ങളെ വിളിച്ചോളേ, സാബിത്ത് അവിടെ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് മഹാനായ അബൂ അംർ റളിയല്ലാഹു അൻഹു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് പോകുന്നത്. പോകുമ്പോ ഒട്ടകങ്ങളെ കെട്ടിവെക്കുന്ന ഒരു തൊഴുത്തിൽ തന്റെ ശരീരത്തെ കെട്ടിവെച്ചിട്ട് വളരെ ഉച്ചത്തിൽ കരയാണ്, അല്ലാഹ് എന്റെ അമല് പൊളിഞ്ഞു പോയല്ലോ അല്ലാഹ്. സാബിത്ത് ചോദിച്ചു, അബൂ അംർ ചോദിച്ചു, അല്ല സാബിത്ത്, എന്ത് പറ്റി? പള്ളിയിൽ കാണുന്നില്ലല്ലോ, നിങ്ങൾ അന്വേഷിക്കാൻ നബി തങ്ങൾ പറഞ്ഞയച്ചതാണ്. അപ്പോഴാണ് മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയത്? എന്താണ് ആയത്ത്? ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബി. നബി തങ്ങളെക്കാൾ ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. എന്റെ ശബ്ദം ഹബീബിനെക്കാളും ഉയർന്ന ശബ്ദമാണല്ലോ. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുമെന്നല്ലേ പറഞ്ഞത്? ഇനി ഞാൻ ഹബീബിന്റെ മുന്നിലേക്കില്ല, എന്റെ കഴിഞ്ഞു പോയ അമലുകൾ മുറിഞ്ഞു പോകുമല്ലോ. അനഫിന്നാർ, ഞാൻ നരകത്തിലേക്കാണോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. എന്റെ അമലൊക്കെ പൊളിഞ്ഞു, എന്നെ കുറിച്ചിറക്കിയ ആയത്താണോ എന്ന് എനിക്ക് പേടി തോന്നാൻ. ഞാൻ ഇനി ഹബീബിന്റെ അടുത്തേക്ക് ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാണ്, എന്റെ അമലൊക്കെ പൊളിഞ്ഞു പോയോ എന്ന് പറഞ്ഞിട്ട് കരയാൻ മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് നബി തങ്ങൾ അബൂ അംർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞിട്ട് പറയുന്നത്, സാബിത്തെ, നിങ്ങൾ നരകത്തിലില്ല, അൻത ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗക്കാരനാണ്. ഇത്രത്തോളം പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രാധാന്യവും സ്നേഹവും ജീവിതവും സമർപ്പിച്ച ഒരു സമുദായം കഴിഞ്ഞ് അവരെക്കാളും പ്രാധാന്യം നമ്മൾക്ക് നൽകിയ നബി തങ്ങൾക്ക് നമ്മൾ എന്താണ് തിരിച്ചു കൊടുത്തത്? അതാണ് ഇവിടെ ചർച്ച. ഒരു 100 സ്വലാത്ത് ഒരു ദിവസത്തിൽ നമ്മൾ ചൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരു 100 സ്വലാത്ത്.
അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, വല്ലാത്ത പേടിയുണ്ട് എൻ്റെ ശബ്ദത്തിന്റെ കാര്യത്തിൽ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളും സിറാത്ത് പാലം കടക്കാതെ രക്ഷപ്പെടൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എല്ലാവരും സിറാത്ത് പാലം കടക്കണം. സിറാത്ത് പാലം കടക്കാതെ ഒരു കുഞ്ഞുമോന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്താ സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ? ജിസ്റുൻ മൽറൂബ്, ഒരു പാലമാണ്. ആ പാലം മുടിയേക്കാളും നേരിയത്, വാളിനേക്കാളും മൂർച്ചയുള്ളത്. എന്നാ പിന്നെ സർക്കസിൽ പോകുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ പറ്റുമായിരിക്കും അല്ലെ? സർക്കസിലൊക്കെ കാണുന്നുണ്ടല്ലേ, നല്ല റോപ്പിൽ സഞ്ചരിക്കുന്ന ആൾ എത്ര കൂളായിട്ടാണ് ഒരു 10-100 നിലയുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് യാതൊരു കൂസലില്ലാതെ അല്ലെ റോപ്പിലൂടെ നടന്നു പോകുന്നത്. അവർക്കൊക്കെ ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമോ? നോ ചാൻസ്. അവിടെ രക്ഷപ്പെടുന്നത് ആർക്കാണ് ഹബീബുമായി ബന്ധമുള്ളത് അവര് മാത്രമായിരിക്കും രക്ഷപ്പെടുക. നബിത്തങ്ങൾ പാലത്തിന്റെ അപ്പുറത്ത് കിടന്നിട്ട് അവിടെ നിന്ന് നബിത്തങ്ങളുടെ സമുദായം പാലത്തിലേക്ക് കിടക്കുമ്പോൾ ചെയ്യുന്നൊരു ദുആയുണ്ട്. അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹ്. ആ പാലത്തിലൂടെ കടന്നു വരുന്നത് എന്റെ സമുദായമാണല്ലാ, അവരെ നീ രക്ഷപ്പെടുത്തേണമേ അല്ലാ. എന്റെ സമുദായമാണ് ആ പാലത്തിൽ കിടക്കുന്നത്, രക്ഷപ്പെടുത്തേണമേ അല്ലാ എന്ന് നബി തങ്ങളുടെ സമുദായത്തിലെ ഓരോ ആളുകളും കടന്നു പോകുമ്പോ പാലത്തിന്റെ മറുതലക്കൽ നിന്ന് നബി തങ്ങൾ ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ മഹാന്മാരായ സ്വഹാബാക്കൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി. ഇനി ഇവരൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്തു തന്നു? നമ്മുടെ വിലപ്പെട്ട സമയം കവർന്നെടുത്തു എന്നല്ലാതെ, നമ്മുടെ സമ്പാദ്യം മുഴുവനും കൊണ്ടുപോയി വലിയ കോടീശ്വരന്മാരായി വലിയ വലിയ റോയൽ വാഹനങ്ങളിൽ അവർ സഞ്ചരിച്ചു എന്നല്ലാതെ നമ്മുടെ സമുദായത്തിന് എന്ത് ചെയ്തു തന്നു എന്ന് അല്പം പോലും തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലയിൽ തലച്ചോറ് അല്പമെങ്കിലും ബാക്കിയുള്ള ചെറുപ്പക്കാർ ആലോചിക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വാഗ്വാദങ്ങളും തർക്കങ്ങളും സംവാദങ്ങളും നിർത്തി ഒന്ന് മാന്യമായ ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഈ സ്വഹാബാക്കൾ നബിത്തങ്ങൾക്ക് സമർപ്പിച്ചത് ഇങ്ങനെയാണ് ജീവിതം. നബിത്തങ്ങൾ ഒരിക്കൽ വളരെ സന്തോഷത്തോടെ കടന്നു വരുമ്പോഴാണ് മഹാനായ ഒരു സ്വഹാബി ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ, മുഖത്ത് വല്ലാതെ പ്രസന്നതയുണ്ടല്ലോ, വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, എന്തു പറ്റി? ഇത് നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വമാലീ ലാ തത്വീബു നഫ്സി, എന്റെ ശരീരം എങ്ങനെയാണ് സന്തോഷം ലഭിക്കാതിരിക്കുന്നത്? നിങ്ങൾ ഇനി ആർക്കും ഇങ്ങനത്തെ ബോക്സ് കൊടുക്കരുത് കേട്ടോ. മോണിറ്റർ എന്ന് വെച്ചാൽ മോണിറ്റർ തന്നെ കൊടുക്കണം, അതിലേ ക്ലാരിറ്റി കിട്ടുന്നു. എങ്ങനെയാണ് എന്റെ മനസ്സിന്, എന്റെ ശരീരത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കാതിരിക്കുന്നത്? എന്റെ സമീപത്ത് നിന്ന് ജിബ്രീൽ ഇപ്പോൾ പോയിട്ടേയുള്ളൂ, ജിബ്രീൽ ഇവിടെ നിന്ന് പോയിട്ടേയുള്ളൂ, എന്റെ അടുത്ത് നിന്ന് ജിബ്രീൽ വിട പറഞ്ഞിട്ടേയുള്ളൂ. ജിബ്രീൽ ഇവിടെയായിരുന്നു, എന്നോട് പറഞ്ഞു, മൻ സല്ലാ അലൈക മിൻ ഉമ്മതിക സ്വലാതൻ വാഹിദ, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ അങ്ങേക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, അങ്ങക്ക് വേണ്ടി താങ്കളുടെ സമുദായത്തിലെ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് വേണ്ടി അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുമെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു. ഞാൻ സന്തോഷിക്കാതിരിക്കുമോ? കാരണം എന്റെ സമുദായത്തിന് കിട്ടുന്ന ഓഫറാണല്ലോ ഇത്. അങ്ങേക്ക് വേണ്ടി ഒരു സ്വലാത്ത് അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ചൊല്ലിയാൽ അവരുടെ 10 പാപം, 10 തിന്മകൾ, 10 ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ട് പോയിട്ടേയുള്ളൂ. എന്റെ സമുദായത്തിന് കിട്ടുന്ന ഓഫറല്ലേ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് ഞാൻ സ്വർഗീയ ലോകത്ത് 10ഓളം സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് മലക്ക് പറഞ്ഞു. വിട പറഞ്ഞിട്ട് പോയിട്ടേയുള്ളൂ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അതും എന്റെ സമുദായത്തിന് വേണ്ടിയല്ലേ,
അതുമാത്രമല്ല ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുന്നുണ്ട്. കേൾക്കണം സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ആളുകൾ, അവസാനമായി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവാൻ, നിർത്താൻ പോവാൻ. നിർത്തുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സുബഹി നിസ്കാരത്തിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ അന്ന് നിങ്ങൾ ചെയ്ത 1000 തിന്മകളാണ് അല്ലാഹു മായ്ച്ചു കളയുന്നത്. 100 സ്വലാത്ത് ചൊല്ലിയാൽ മതി. സുബഹി നിസ്കാരത്തിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ 1000 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഉസ്താദേ ഞങ്ങൾ 1000 തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങൾ എത്ര 100 തെറ്റാണോ ചെയ്തത്, അത് മായ്ച്ച് ബാക്കി 900 ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല, അത് വേറെ വിഷയമാണ്. നിങ്ങൾ അങ്ങനെ പറയാൻ, ഞാൻ 100 തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ, അപ്പൊ എന്തുണ്ടാവും? ആ 100 ഇവിടുന്ന് ഡിലീറ്റ് ആകും, ബാക്കിയുള്ള 900 ഇവിടേക്ക് വരും, വീണ്ടും നമ്മുടെ സ്ഥാനത്തെത്തിക്കാം. ചെല്ലിക്കൂടെ നിമിത്തങ്ങളുടെ പേരിൽ ഒരു 100 സ്വലാത്ത് ചെല്ലാൻ 10 മിനിറ്റ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് മഗ്രിബിന്റെ സമയം വരെ പകലിൽ ഒരു 100 സ്വലാത്ത്, മഗ്രിബ് കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയത്ത് ഒരു 100 സ്വലാത്ത്, രാവിലെ 10 മിനിറ്റ്, രാത്രി 10 മിനിറ്റ് നിമിത്തങ്ങൾക്ക് വേണ്ടി. അള്ളാഹു ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കുകയാണ് നമ്മൾക്ക് വേണ്ടി. സുബഹി മുതൽ വൈകുന്നേരം വരെ ദുആ ചെയ്യാൻ ഒരു സ്വലാത്തിന് ഒരു മലക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പഠിച്ചോൻ ഒരാൾ 1000 സ്വലാത്ത് ചൊല്ലിയാൽ 1000 മലക്കുകളോ? അങ്ങനെ ലോകത്തുള്ള ആളുകൾക്ക് എത്ര മലക്കുണ്ടാകും? ഇത് അള്ളാഹുവിന്റെ പട്ടാളമാണ്. ഇത് അള്ളാഹുവിന്റെ പട്ടാളമാണ്. അള്ളാഹുവിന്റെ പട്ടാളത്തെ നമ്മൾക്ക് കണക്കാക്കാൻ പറ്റൂല. ഇത് അള്ളാഹുവിന്റെ സൈന്യമാണ്. അള്ളാഹുവിന്റെ സൈന്യത്തെ കണക്കാക്കാൻ നമ്മൾക്ക് പറ്റൂല. അത് ഒരുപാടാണ്. ഓരോ ചെടികൾക്ക് കീഴിലും ഒരു മലക്കുണ്ട് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നതായിട്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു ചെടി, അവിടെ കാണുന്ന പുൽമേടുകൾ, അതിലുള്ള ഓരോ ഇലകൾക്കും താഴെ ഒരു മലക്കുണ്ട് അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചെല്ലുന്ന മലക്കുകൾ ഓരോ പുൽച്ചെടികൾക്കും. അപ്പൊ അള്ളാഹുവിന്റെ പട്ടാളത്തെ കണ്ടിട്ട് പേടിക്കാൻ നിൽക്കേണ്ട. ഇത് പിണറായിയുടെ പോലീസല്ല, പ്രധാനമന്ത്രിയുടെ പട്ടാളമല്ല, അള്ളാഹുവിന്റെ പട്ടാളം. അവര് ഒരു സ്വലാത്തിന് ഒരു മലക്കെന്ന രീതിയിൽ അള്ളാഹു നമ്മൾക്ക് വേണ്ടി ഏൽപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിനൊറ്റൊരു സംഭവം കൂടി പറയാണ്, അത് ഞാൻ നിർത്തും. തങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ബാക്കി ബഷീർ സമയം 11 മണിക്ക് നമ്മൾ നിർത്തുന്ന സമയമാണ്. ഇന്ന് തുടങ്ങിയത് തന്നെ 11 മണിക്കാണ്. കുഴപ്പമില്ല, സാംസ്കാരിക സമ്മേളനമൊക്കെ ഉള്ളത് കൊണ്ട് വൈകി, അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്നത് വളരെ വിഷമത്തോടെയാണ്. വീട്ടിലിങ്ങനെ ദുഃഖിതനായിരിക്കുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ നിങ്ങൾക്ക് എന്ത് പറ്റി നബിയേ? അറാക ഹസീന, അങ്ങയെ ദുഃഖിതനായി വല്ലാത്ത വേദനയോടെ ടെൻഷനോടെ കാണുന്നുണ്ടല്ലോ, ദുഃഖിതനായി കാണുന്നുണ്ടല്ലോ, അങ്ങേക്ക് എന്തു പറ്റി നബിയേ? എന്തു പറ്റി അങ്ങേക്ക്? ഞാൻ താങ്കളെ വല്ലാതെ ദുഃഖിതനായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നബി തങ്ങൾ പറഞ്ഞ മറുപടി, ആയിഷ ഇന്ന് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇന്ന് ഞാനൊരു പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ കൊതിക്കുകയാണ്. ആ കാര്യം ചെയ്യേണ്ടിയിരുന്നില്ല, ഞാൻ ചെയ്തു പോയി. പക്ഷെ ചെയ്തതിന് ശേഷം ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി, ഇത് വേണ്ടായിരുന്നു. എന്തു പറ്റി നബിയെ? ഏതാണ് ആ പ്രവൃത്തി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ കൈകളിൽ നിന്ന് കഅബയുടെ താക്കോല് വാങ്ങിച്ച് ഫത്ഹ് മക്ക നടന്ന ദിവസമാണ്. എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ മക്കയുടെ വിജയം ആസ്വദിക്കുന്ന സമയത്ത് ദുഃഖിതനായിരിക്കുന്ന ഹബീബിനെ കണ്ടപ്പോഴാണ് ആയിഷ ബീവി ചോദിച്ചത്, അല്ലാഹുവിന്റെ ഹബീബേ, എല്ലാവരും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സമയം ചെലവഴിക്കുമ്പോ എന്തേ നിങ്ങൾ ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത്? നബി തങ്ങൾ എപ്പോഴാണ് പറഞ്ഞത്, ആ പരിശുദ്ധമായ കഅബയുടെ താക്കോല് ഞാൻ ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ കൈകളിൽ നിന്ന് വാങ്ങിയിട്ട് അകത്തേക്ക് കടന്നിട്ട് 2 റക്അത്ത് ഞാൻ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. കഅബയുടെ അകത്ത് ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. പക്ഷെ അല്ലാഹു എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല.
തെറ്റൊന്നുമില്ല. അള്ളാഹു എന്നോട് കഅബയുടെ അകത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ കഅബയുടെ അകത്ത് നിസ്കരിച്ചു പോയി ആയിഷ. അതിലെന്താണ് നബിയെ ദുഃഖിക്കാനുള്ളത്? അതിലെന്താണ് നബിയെ ഇത്ര വിഷമിക്കാനുള്ളത്? അത് സന്തോഷമുള്ള കാര്യമല്ലേ? അത് പുണ്യമുള്ള കാര്യമല്ലേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവി ചോദിച്ചപ്പോഴാണ് ലോകത്തിന്റെ മുത്ത് റസൂലുള്ളാഹ് നമ്മുടെ സമുദായം ഉമ്മത്തെ എത്രത്തോളം നമ്മൾക്ക് പരിഗണന നൽകി എന്നറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എത്രത്തോളം സമുദായത്തെ പരിഗണിച്ചു എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. എന്റെ കാലശേഷം, എന്റെ വഫാത്തിന്റെ ശേഷം ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും വേണ്ടി മക്കയിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ കഅബ കാണുമ്പോ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ അവർ ആഗ്രഹിക്കുന്നത് പോലെ അതിന് ഉന്തും തള്ളുമായി ഹജറുൽ അസ്വദ് ചുംബിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആലോചിക്കുന്നത്, എന്റെ ഹബീബ് കഅബയുടെ അകത്തളങ്ങളിൽ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, എനിക്കുമൊന്ന് കഅബയുടെ അകത്തളങ്ങളിൽ നിസ്കരിക്കണമല്ലോ. പക്ഷെ അവർക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ നിസ്കരിച്ചത് കാരണം ശേഷം വരുന്ന ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും കഅബയുടെ അകത്ത് നിസ്കരിക്കാൻ. പക്ഷെ അവർക്കാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ അവർക്കൊരു വിഷമം വരും. പഠിച്ചു നബി തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് വിഷമം വരും. ആ വിഷമം ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ദുഃഖിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്റെ ഉമ്മത്തിന്റെ വിഷമം ഉണ്ടായത്. യാ അല്ലാഹ്, ഉമ്മത്തിന്റെ വിഷമം നബി തങ്ങൾ കണ്ടറിഞ്ഞിട്ട് വിഷമിച്ച് കരയാണ്. ഞാനങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്റെ സമുദായത്തിന് ശേഷം ദുഃഖം വരുന്നത്. അവരുടെ ദുഃഖമോർത്ത് ഞാൻ വിഷമിക്കുകയാണ്. ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല, എനിക്കത് വേണ്ടായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളോടും സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഹബീബിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും തെറ്റിലേക്കും തിന്മയിലേക്കും പോകുമ്പോൾ സ്വലാത്തിലൂടെ ആ തിന്മകളെ മായ്ച്ചു കളയാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം. സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കുക. ഡ്രൈവ് ചെയ്യാണെങ്കിലും, വണ്ടി ഓടിക്കുകയാണെങ്കിലും, വീട്ടിൽ കിച്ചണിലാണെങ്കിലും, അലക്കുകയാണെങ്കിലും, അടിക്കുകയാണെങ്കിലും, നടക്കുകയാണെങ്കിലും സ്വലാത്ത് ഹബീബിന്റെ പേരിൽ അധികരിക്കും തോറും നമ്മുടെ തിന്മയുടെ ഏടിങ്ങനെ കുറഞ്ഞു വരും, കാലിയായി വരും. وأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا. ഒരാളുടെ നന്മയുടെ ഏട് വലങ്കയിൽ നൽകപ്പെട്ടാൽ അവർക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലെത്താം. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. നന്മയുടെ ഈ നമ്മുടെ തിന്മയുടെയും നന്മയുടെയും ഏടുകൾ ഉണ്ടാകുമ്പോൾ ആ ഏട് വലങ്കയിൽ നൽകപ്പെടണമെങ്കിൽ നന്മയുടെ ഏടിന് ഭാരം വേണം. ആ ഭാരം ഉണ്ടാവാൻ സലാത്ത് വർദ്ധിപ്പിക്കും തോറും ഒരു സലാത്തിന് 10 തിന്മകൾ എന്ന രീതിയിൽ മുഴുവനും ഇത് ഡിലീറ്റ് ചെയ്യപ്പെടാൻ. മായ്ച്ചു എന്ന് പറഞ്ഞ പിന്നെ അത് കാണുക പോലും ഇല്ല. അതിന്റെ അസർ, അതിന്റെ അടയാളം പോലും ഉണ്ടാവില്ല. മായ്ച്ചു കളയും ചെറുദോഷങ്ങൾ. അള്ളാഹു പുറത്തു തരട്ടെ.